ബാക്കിൽ നോക്കണേ. തുടങ്ങി 5 മിനിറ്റ് ആയി നടന്നെടുക്കും. കാർ നോക്കണേ. റോബിന്റെ ബോഡി ടച്ച് ചെയ്തിട്ടോ? പുതിയൊരാള് നീലക്കുയിൽ എങ്ങനെയുണ്ട് ഇപ്പത്തെ പുതിയ വിശേഷങ്ങളൊക്കെ? വിശേഷം സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പം ആരും എന്നെ ആരും കയറ്റില്ല. ഇല്ല കേട്ടില്ല. റോബിനോട് നമുക്ക് എന്നും പ്രിയപ്പെട്ട നമ്മുടെ ബിഗ് ബോസ് താരാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. റോബിനും കഴിഞ്ഞിട്ട് വേറെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും നല്ല റീച്ച് ഉള്ള ഒരാള്. താങ്ക് യു. ഇപ്പോഴും ബിഗ് ബോസ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഞാൻ ആക്കിയതിൽ ഒരു വലിയ പങ്കും വഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങളെ കൂടെ ഉള്ളതെന്ന് കൂടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നേരത്തെ പരിചയമുണ്ടോ അതോ? ഇല്ല, ഇൻവൈറ്റ് ചെയ്തു, കണ്ടിട്ടുണ്ട്. പാട്ടൊക്കെ മുന്നേ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗെയിം കാര്യങ്ങളൊക്കെ? ഗെയിം എല്ലാവരും കളിക്കട്ടെ, ഇൻഡിവിജ്വലി എല്ലാവരും കളിക്കട്ടെ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവില്ല. റോബിൻ പുറത്താവരുതെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും പുറത്തായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പുറത്താവണം. ഞാൻ ഈ സീസണിലെ കണ്ടസ്റ്റന്റ് അല്ല. അവര് ഔട്ട് ഇരിക്കുക കളിക്കുക എന്താന്ന് വെച്ചാൽ ജയിക്കട്ടെ. നല്ലൊരാൾ, ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾ ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. കാണുന്നുണ്ടോ? ഫുൾ എപ്പിസോഡ്സ് കാണാറുണ്ടോ? ഇല്ല, ഞാൻ റീൽസ് കാണാറുണ്ട്. അടിപൊളിയാണ്. ട്രോൾസ് ആണ്. ബിഗ് ബോസ് വരുമ്പോൾ ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടല്ലോ എല്ലാ വർഷവും അല്ലേ? അതുവഴി നിങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടന്റ് കിട്ടുന്നുണ്ട്. എല്ലാം ഹാപ്പിയായിട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ PR വർക്ക് ഭയങ്കരമായിട്ട്. ഞാൻ ഇന്നേ വരെ ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഒരു PR-നെ പോലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഒരു PR-ന് പോലും ഞാൻ കാശ് കൊടുത്തിട്ടില്ല. ആരടുത്തും എൻ്റെ ഒരു കാര്യം, എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് പോലും ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ തിരിച്ചു വന്നിട്ടാണ് അടുത്തൊരു പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ആരെങ്കിലും ഞാൻ അവർക്ക് PR കൊടുക്കുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 കോടി രൂപ ഞാൻ കൊടുക്കും. അല്ല, ആക്ച്വലി നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് PR-ന്റെ ആവശ്യമില്ല. സത്യമല്ല, നന്നായി കളിക്കുന്ന ജനങ്ങളുടെ പൾസനുസരിച്ച് കളിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരാണെങ്കിൽ PR-ന്റെ ആവശ്യമില്ല. പിന്നെ അത് അത്രയും പറ്റാത്ത ആൾക്കാർ മാത്രമേ PR കൊടുക്കത്തുള്ളൂ. കാരണം എന്നെ കൊണ്ട് അത് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, PR കൊടുത്താലേ അവരും കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു സംഭവം. റോബിന്റെ ഗെയിം ഒരു 1.5 ഗെയിമായിരുന്നു. ഒരൊറ്റ പഞ്ചുകൊണ്ട് മാത്രം ആ പഞ്ച് ഇപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും ആരും പുറത്താക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചില്ലേ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണ്? അതിൽ വിന്നർ ആവുമെന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പല വിന്നേഴ്സിനെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എത്തുക, റീച്ച് കിട്ടുക, മാക്സിമം ഫേമസ് ആവുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. അതിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ സക്സസ് ആണ്. ഇപ്പോഴും നിങ്ങളൊക്കെ വരുന്നില്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അതിൻ്റെ വലിയ കാര്യം അല്ലേ? റോബിനി പോവോ ബിഗ് ബോസിലോട്ട്? അല്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഗസ്റ്റായിട്ട് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ താല്പര്യം, ഞാൻ എൻ്റെ നിലപാടിൽ അടിയുറച്ച് നിൽക്കുന്നു. കാരണം ബിഗ് ബോസ് പല സമയത്തും പല നിലപാടാണ് കാണിക്കുന്നത്. സത്യമല്ലേ? ഇപ്പോഴും മുൻപും തള്ളും അത് ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഇഷ്ടമുള്ള നമുക്കേ ചെയ്യുന്നത്. കോർപ്പറേറ്റ് കമ്പനി അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. ഈ അനുമോളുടെ PR വർക്കാണ് അതിൽ കൂടുതൽ വരുന്നത്. അനുമോളുടെ PR വർക്കാണ് അതിൽ കൂടുതൽ സംസാരിക്കുന്നത്. ഇല്ല, എല്ലാവർക്കും PR ഉണ്ടെന്നല്ലേ പറഞ്ഞത് അല്ലേ? എല്ലാവർക്കും അപ്പൊ പിന്നെ ഒരാളുടെ കാര്യം മാത്രം പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും PR ഉണ്ട് അല്ലേ? അനുമോൾക്കാണ് കൂടുതൽ.